ഹലോ. അങ്ങനെ IPL-ലെ SRH വേഴ്സസ് DC മത്സരത്തിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഇൻ്റർനാഷണൽ അഭിഷേക് ശർമ്മ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഫോമിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതിൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇതിന് മുന്നേ IPL-ലുള്ള മത്സരങ്ങൾ മോശമായിരുന്നു എന്നല്ല. പുള്ളി ഇതിനുള്ള മത്സരങ്ങളിൽ എനിക്ക് തോന്നുന്നത് അടുപ്പിച്ച് 250 അടിച്ചേക്കുന്ന ടൈമായിരുന്നു ഇന്നലത്തെ കളിക്ക് മുന്നേ. അപ്പം പുള്ളി ഫോമിലേക്ക് എത്തി എന്നതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പുള്ളി ഒടുവിൽ IPL-ലെ രണ്ടാമത്തെ 100 പുള്ളിയുടെ പേരിലാക്കിയിരിക്കുകയാണ്. അതും 135 നോട്ട് ഔട്ട്. അപ്പം പുള്ളിയുടെ ആ ഒരു ഇന്നിങ്സിൻ്റെ പ്രത്യേകത അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫുൾ ഇന്നിങ്സിൻ്റെ സ്കോർ ബോർഡ് നോക്കിയാൽ അറിയാം. ഒരു മജോറിറ്റി സ്കോറിങ് നടത്തിയിരിക്കുന്നത് ഹൈദരാബാദിന് വേണ്ടി നടത്തിയിരിക്കുന്ന പുള്ളി തന്നെയാണ്. പക്ഷേ ബാക്കി വന്നവരെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ ഒരു 30s 20s 30s കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല സ്ട്രൈക്ക് റേറ്റിൽ പുള്ളിക്ക് സപ്പോർട്ട് കൊടുത്തു. അപ്പം അതുകൊണ്ട് തന്നെ അവസാനം ഹൈദരാബാദിൻ്റെ സ്കോർ വളരെ മികച്ച സ്കോറിലേക്ക് തന്നെ ഒരു 240+ തന്നെ അവർക്ക് ടാർഗറ്റ് കൊടുക്കാൻ പറ്റിയിരിക്കുകയാണ്. അപ്പം ഒരു 200+ അല്ലെങ്കിൽ 200-നുള്ളിൽ DC ഹൈദരാബാദിനെ ഒതുക്കിയിരുന്നുണ്ടെങ്കിൽ DCക്ക് സുഖമായിട്ട് ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു ഹൈദരാബാദിൽ. അപ്പം കളി കണ്ടവർക്കെല്ലാം അറിയാം, ഹൈദരാബാദിലെ ഒരു പിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ റോഡ് പോലൊരു പിച്ചാണ്. ബൗളർമാർക്ക് അധികം സപ്പോർട്ട് കിട്ടത്തില്ലാത്തൊരു ഗ്രൗണ്ട്. പക്ഷേ ഹൈദരാബാദിനെ തന്നെ ഇഷാൻ മലിംഗ പുള്ളി 4 വിക്കറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പം പുള്ളിയുടെ ഒരു പ്രകടനത്തെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി എങ്ങനെയാണ് അവിടെ ഒരു ബോൾ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പുള്ളി നല്ല രീതിയിൽ ഒരു റിവേഴ്സ് സ്വിംഗ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. റിവേഴ്സ് സ്വിംഗും സ്ലോവർ ഡെലിവറീസും ഇതെല്ലാമാണ് ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്, എസ്പെഷ്യലി ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സിൻ്റെ. അതായത് നിതീഷ് റാണയുടെയും ഡേവിഡ് മില്ലറിൻ്റെയും വിക്കറ്റ് ഓരോരോ പോയതാണ് കളി മൊത്തത്തിൽ മാറ്റിമറിച്ചത്. ഇല്ലെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ രാഹുലും റാണയും കൂടെ നിന്ന ടൈമിൽ 10 ഓവർ കഴിഞ്ഞപ്പോഴത്തേന് ഹൈദരാബാദിൻ്റെ അതേ ടൈമിലെ ടോട്ടലിനെക്കാട്ടിലും ഒരു 2 റൺ കൂടുതലാണ് ആക്ച്വലി അവർ എടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ജയിക്കേണ്ടിരുന്ന കളിയായിരുന്നു ഡൽഹിയുടെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇഷാൻ മലിംഗയുടെ ഒരു ഓവറിൽ നമ്മുടെ റാണയുടെയും മില്ലറിൻ്റെയും വിക്കറ്റുകൾ ഒരു ഓവർ തന്നെ പോയപ്പോൾ തന്നെ DCയുടെ കാര്യം ഏകദേശം ഉറപ്പിച്ചിരുന്നു. പിന്നാലെ വന്ന റിസ്വി ആണെങ്കിലും തുടക്കത്തിൽ മുതൽ ആഞ്ഞടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഓരോ ഇൻ്റർവെൽ അടുപ്പിച്ച് ബൗണ്ടറി വരുന്നതിൽ കുറച്ച് പരാജയപ്പെട്ടു. ഇവൻ സ്റ്റബ്സ് ആണെങ്കിലും. അപ്പം ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന അശുതോഷ് ശർമ്മയാകട്ടെ അധികം ഇമ്പാക്ട് ഉണ്ടാകാണ്ട് തിരിച്ചു പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അക്ഷർ പട്ടേൽ പുള്ളിയുടെ ഒരു വീക്ക്നെസ് ഒക്കെ തിരിച്ചറിഞ്ഞ് ഒരു ഹൈ ചേസിൽ പുള്ളിയുടെ തന്നെ ബാറ്റിംഗ് ഓർഡർ വളരെ ലോവർ ഓർഡറിലേക്ക് പുഷ് ചെയ്ത് അവസാനം വന്നെങ്കിലും പുള്ളിക്കും വ്യക്തമായിട്ട് ഒന്നും ബാറ്റിംഗ് കൊണ്ട് സംഭാവന ചെയ്യാൻ സാധിച്ചില്ല. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ഒരു കളിയുടെ റിസൾട്ട് തീരുമാനിച്ചത് തന്നെ അഭിഷേക് ശർമ്മയുടെ ഒരു ഇന്നിങ്സാണ്. അപ്പം പുള്ളി ഇത്രയും സ്ട്രൈക്ക് റേറ്റിൽ ഈ റൺ അടിച്ചെങ്കിലും ഇതിനകത്ത് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുള്ളിയുടെ IPL-ലെ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള 50 പുള്ളി അടിച്ചത്. അപ്പോൾ സ്ലോവസ്റ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് 30 ബോൾ അല്ലെങ്കിൽ 35 ബോളൊക്കെ അടിച്ച 50 അല്ല, 25 ബോളിലാണ് പുള്ളി 50 അടിച്ചത്. അപ്പോൾ അത് തന്നെ പുള്ളിയുടെ IPL കരിയറിൽ ഒരു സ്ലോവസ്റ്റ് 50 ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു കുറച്ച് ബോൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ബൗണ്ടറികൾ പിന്നെയും നേടാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മുടെ ക്ലാസ്സിനെത്തി പുള്ളിക്ക് സപ്പോർട്ട് കൊടുത്ത് സ്കോറിംഗ് ഉയർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഫേസ് കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും അഭിഷേക് ശർമ്മ ഗിയർ മാറ്റി നല്ല രീതിയിൽ തന്നെ വീണ്ടും ബൗണ്ടറികൾ കണ്ടെത്താൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഓരോ ഫേസ് ടു ഫേസ് ആയിട്ടാണ് ഇന്നലത്തെ കളി ഡിഫൈൻ ആയത്. അല്ലാണ്ട് ആദ്യത്തെ ബോൾ മുതൽ അറ്റാക്ക് ചെയ്ത് അല്ലെങ്കിൽ പവർ പ്ലേയിൽ മികച്ച റണ്ണ് നേടി അങ്ങനെ അങ്ങോട്ടൊരു പോയൊരു കളിയല്ല. പവർ പ്ലേയിൽ ഒരു ഓർഡിനറി റണ്ണ് തന്നെയാണ് അവർ നേടിയത്, 10 runs per over. അത് കഴിഞ്ഞിട്ടാണ് മിഡിൽ ഓവേഴ്സിലാണ് അവർ ആക്ച്വലി സ്കോറിംഗ് ഉയർത്തിയത്. പിന്നെ ഡെത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒറ്റ വിക്കറ്റ് പോലും പോകാണ്ട് അവർക്ക് അവർക്ക് ഇന്നിങ്സ് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെയാണ് SRH ഒരു മികച്ച സ്കോറിലേക്ക് എത്തിയത്. അപ്പം ക്വസ്റ്റ്യൻ എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാറ്റ് കമിൻസ് പരുക്കന്മാർ തിരിച്ചു വരുമ്പോൾ ഇഷാൻ കിഷൻ ക്യാപ്റ്റൻസി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പം പാറ്റ് കമിൻസിനെ എവിടെ കളിപ്പിക്കും, ആർക്ക് പകരം കളിപ്പിക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പം SRH ലാസ്റ്റ് 2-3 കളിയായിട്ട് നല്ല മികച്ച കോമ്പിനേഷൻ തന്നെ അവർ കണ്ടെത്തിയിരിക്കുന്നു. ബോളിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും ബോളിങ്ങിൽ കുറേ യുവതാരങ്ങൾ, നമ്മുടെ ഉനക്കെട്ട് അങ്ങനെ ഒരു പറ്റം സ്ഥിരം ഉണ്ടായിരുന്ന ആൾക്കാരെ പുറത്തിരുത്തി കുറച്ച് യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കാനായിട്ട് അവർ കാണിച്ച ധൈര്യം, അതാണ് അവരെ തിരിച്ച് ഈ ടൂർണമെൻറ്റിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും അഭിഷേക് ശർമ്മയും ഫോമിനകത്ത് ഉയർന്നു. ഇനിയുള്ളത് ട്രാവിസ് ഹെഡിൻ്റെ ഊഴമാണ്. നമുക്ക് നോക്കാം പുള്ളി ഏത് കളിയിലാണ് ബ്രൂട്ടലായിട്ട് തിരിച്ചു വരുന്നത് എന്നുള്ളത്. അപ്പം ഇവർ രണ്ടുപേരും ഫോമിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ എതിരെയുള്ള ബോളർമാർക്ക് കാര്യങ്ങൾ എളുപ്പം